ഇന്ത്യ ടുഡേയുടെ പ്രീ പോൾ സർവേ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്തായിരിക്കും ഫലം എന്ന സർവേയിൽ NDA തന്നെ അധികാരത്തിലെത്തുമെന്നാണ് പറയുന്നത്. കണക്കുകൾ നോക്കാം. NDA 335 സീറ്റുകളിൽ ജയിക്കുമെന്നാണ് പറയുന്നത്. അതായത് 18 സീറ്റുകൾ 2019 നിന്ന് വ്യത്യസ്തമായി 18 സീറ്റുകൾ NDAക്ക് കുറവാണ് ലഭിക്കുക. ഇന്ത്യ ബ്ലോക്കിന് 166 സീറ്റുകൾ ലഭിക്കുമെന്ന് സി വോട്ടർ പ്രവചിക്കുന്നു. 75 സീറ്റ് വർദ്ധിക്കുകയാണ് ഇന്ത്യ ബ്ലോക്കിന് ചെയ്യുന്നത്. അതായത് 335 സീറ്റുകൾ NDAക്ക് കിട്ടുമ്പോൾ ഇന്ത്യക്ക് കിട്ടുന്നത് 166 സീറ്റുകൾ മാത്രം. കേവല ഭൂരിപക്ഷത്തിനേക്കാൾ ഏറെ സീറ്റുകൾ 173 എന്ന മാജിക് നമ്പറിൽ ഏറെ ദൂരം NDAക്ക് കടക്കാൻ സാധിക്കുന്നു. കേവല ഭൂരിപക്ഷം മറികടക്കാൻ തുടർച്ചയായ 3ാം തവണയും ഹാട്രിക്കിലൂടെ നരേന്ദ്രമോദി സർക്കാരിന് സാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ 42 സീറ്റുകളാണ്. അവർക്ക് 57 സീറ്റ് കുറയുന്നുണ്ട്. നേരത്തെ മറ്റുള്ളവരിൽ ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ ഇന്ത്യയിൽ വരുമ്പോഴാണ് സ്വാഭാവികമായും മറ്റുള്ളവർക്ക് സീറ്റ് കുറയുന്നത് എന്ന് കാണേണ്ടി വരും. ഈ വോട്ട് ഷെയറിലേക്ക് കൂടി നമുക്ക് വളരെ പെട്ടെന്ന് പോയാൽ എത്രയാണ് 50% എത്തുമെന്നൊക്കെ നരേന്ദ്രമോദി പറയുന്നുണ്ട്. ഈ സർവേ പറയുന്നതനുസരിച്ച് NDAക്ക് ഇത്തവണ എത്തിച്ചേരാൻ കഴിയുന്നത്, എത്തിപ്പിടിക്കാൻ കഴിയുന്നത് 45% മാത്രമാണ്. ഇന്ത്യ ബ്ലോക്കിനെ നോക്കൂ. ഇന്ത്യ ബ്ലോക്കിന് 38% വരെ എത്താൻ കഴിയും. മറ്റുള്ളവർ എന്ന് പറയുന്നത് 17%. അവരിപ്പോഴും മുന്നണിക്ക് പുറത്തു നിൽക്കുന്നവരാണ്. അവരെ കൂടി ചേർക്കുകയാണെങ്കിൽ ഈ ഫിഗർ വലുതാകും. അതായത് സാധ്യതകൾ അവസാനിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ കൃത്യമായ എഡ്ജ് NDAക്കുണ്ട്. 45% വോട്ടുകൾ അവർക്കൊപ്പമാണ്. 50% കടത്തുമെന്നാണ് നരേന്ദ്രമോദി അവകാശപ്പെടുന്നത്. പാർട്ടികൾക്ക്, ഓരോ പാർട്ടിക്കും എത്ര കിട്ടും? കോൺഗ്രസിന് നിലവിലുള്ള ടാലിയിൽ നിന്നും എന്താണ് മാറ്റമുണ്ടാവുക എന്നതുകൂടി വളരെ പെട്ടെന്ന് നോക്കിയാൽ BJPക്ക് 304. വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ്. ഒരു സീറ്റ് കൂടി അത് കേരളത്തിലാകുമോ? ആകില്ല എന്നാണ് സി വോട്ടർ സർവേ പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് 71 നില മെച്ചപ്പെടുത്തുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കും. അതെ, 71 എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 55 നിന്നാണ് 71ലേക്ക് പോകുന്നത്. അപ്പോൾ കേരളത്തിൽ 20-20 എന്ന് പറയുന്നത് കോൺഗ്രസ് ഇപ്പോൾ ആശയ്ക്ക് വക നൽകുന്നതാണ് ഈ പെർഫോമൻസ്. കേരളമാണ് സാധ്യതയുള്ള ഒരിടം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ നോക്കൂ, 168 സീറ്റുകൾ മറ്റുള്ള പാർട്ടികൾക്കെല്ലാം, ചിതറിക്കിടക്കുന്നവർക്കെല്ലാം ലഭിക്കുന്നുണ്ട്. അതിൽ മമതാ ബാനർജി അടക്കമുണ്ട്. മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ ഇത് കോൺഗ്രസിന്റെയും BJPയുടെയും മാത്രമാണ് സിംഗിൾ ടാലി. മറ്റു പാർട്ടികൾക്കാണ്. അതല്ലാതെ മമതയുണ്ട്. NDAയും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസമല്ല, മറ്റുള്ളവരല്ല. അതെ. അപ്പോൾ BJPയും കോൺഗ്രസും ഒറ്റയ്ക്ക് നേടാൻ പോകുന്ന ഫിഗർ 304-ഉം 71-ഉം. മറ്റെല്ലാവരും NDAക്കൊപ്പമുള്ള അതെല്ലാം ചേർത്ത് 168ലേക്ക് എത്തുന്നു. സാറിന്റെ പ്രിയപ്പെട്ട കണക്കിലേക്ക് നമുക്ക് പോകാം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. അതെ, ഇന്ത്യ ടുഡേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കണക്ക് പ്രത്യേകം നൽകിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: NDA 27 സീറ്റുകൾ നേടുമ്പോൾ ഇന്ത്യ സഖ്യം നേടുന്നത് 76 സീറ്റുകളാണ് എന്നുള്ളതാണ്. ഇന്ത്യക്ക് 27 സീറ്റ്, NDAക്ക് 27 കിട്ടുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് 76 സീറ്റുകൾ മാത്രമാണ്. മറ്റുള്ളവർക്ക് 29 സീറ്റുകൾ. അതായത് 166-ൽ പകുതിയിലധികവും ഇവിടെ നിന്നാണ്. മറ്റുള്ളവരെന്ന് പറയുമ്പോൾ നമുക്ക് TDP അതിനകത്ത് എടുക്കാം, അതുപോലെ തന്നെ YSR കോൺഗ്രസിനെ എടുക്കാം, BRSനെ എടുക്കാം. അങ്ങനെ നിരവധി പാർട്ടികൾ ദക്ഷിണേന്ത്യയിൽ ഇപ്പോഴും NDA സഖ്യത്തിനൊപ്പവും ഇന്ത്യ മുന്നണിക്കൊപ്പവും ഇല്ലാതെ വേറിട്ട് നിൽക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കണക്ക് എന്ന് പറയുന്നത് സാർ നേരത്തെ സൂചിപ്പിച്ച കണക്കാണ്. ഈ സർവേ അനുസരിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും ഒരു സീറ്റ് പോലും NDA നേടില്ല എന്നാണ് ഇന്ത്യ ടുഡേയുടെ ഈ പ്രീ പോൾ സർവേ പറയുന്നത്. റൈറ്റ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് 20 സീറ്റുകളാണ് UDF LDFന് നൽകുന്നത്. അതിൽ തന്നെ 18 സീറ്റുകൾ UDFനും 2 സീറ്റുകൾ മാത്രമാണ് LDFനും നൽകുന്നത് എന്നുള്ളതാണ്. അത് പക്ഷേ 18-2 അതും ഒരു ബിഗ് ബ്രേക്കിംഗ് ആണ്. അത് ആ ഒരു ഡിവിഷൻ ഇന്ത്യ ടുഡേ അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിലും നമ്മുടെ എക്സ്ക്ലൂസീവ് സോഴ്സസ് പറയുന്നതനുസരിച്ച് 18-2 അതിൽ നിന്ന് മാറ്റമുണ്ടാകുമോ? ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് യാത്രയിൽ നമുക്കൊപ്പം പ്രേക്ഷകരും തുടരും.